വെൽക്കം ബാക്ക് ഗായ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പേരില്ലാത്തൊരു ഐറ്റവുമായിട്ടാണ്. ചിക്കൻ ബോണ്ടാന്ന് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒരു സിമ്പിൾ ഐറ്റം. ചിക്കൻ മേടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ ഇത് നൈറ്റിൽ ക്രേവിങ്സ് വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ടും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഇത്ര ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മാവിലേക്ക് തിരുമിയെടുക്കാം. ഇതുപോലെ കൈവച്ച് അമർത്തിയാലും മാവ് ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി 1/4 കപ്പ് കോൾഡ് വാട്ടർ എടുത്ത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് മാവ് നന്നായിട്ട് നമ്മൾ സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബോൾ പരുവമാക്കി മൂടി വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കി എടുത്താലോ? അതിനായിട്ട് ഒരു ഫുൾ ബ്രസ്റ്റ് പീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി ഒരു കുഞ്ഞു സവാള എടുക്കാം. അത് ചതുരത്തില് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി 3-4 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും എടുത്ത് വൃത്തിയാക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. ഇനി ഒരു വലിയ പച്ചമുളകിന്റെ പകുതി എടുത്ത് അതും അരിഞ്ഞെടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി എടുത്ത് ഡൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ച് സവാള ഒരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ചിക്കനും 1 ടീസ്പൂൺ വെള്ളവും ചേർത്ത് 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. നിങ്ങളുടെ സപ്പോർട്ട് എന്റെ ചാനലിന് വളരെ ആവശ്യമാണ്. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഗ്രേവി ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അതിനു മുമ്പായി മാവ് ഒന്നുകൂടി ഒന്ന് നീഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കാം. ഇതിനെ ഒരു ബോളാക്കി 1 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. കട്ടി ഒരുപാട് കൂടാനും കുറയാനും പാടില്ല. ഇത് നമുക്ക് സ്ക്വയറിൽ പീസാക്കി എടുക്കാം. ഞാൻ ലെയർ ആക്കാൻ നോക്കിയതാ ഇങ്ങനെ ആയിപ്പോയത്.
ഇനി ആ സ്ക്വയറിന്റെ നടുഭാഗത്തേക്ക് ആവശ്യത്തിന് ചിക്കൻ ഫില്ലിങ്സും ആഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ മുട്ട കൊണ്ടും പനീർ കൊണ്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഫ്രൈ ചെയ്യാം. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം അച്ചു.